സംസ്ഥാന സർക്കാർ ഏറ്റവും പുതിയതായി പ്രഖ്യാപിച്ച വനിതകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി, യുവജനങ്ങൾക്കായുള്ള കണക്ട് ടു വർക്ക് പദ്ധതി എന്നീ മാസം 1000 രൂപ വീതം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് അത് അപ്രൂവൽ ആയവർക്ക് 1000 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രണ്ട് പദ്ധതിയിലേക്കും ഇനിയും സംസ്ഥാനത്ത് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ അപേക്ഷ വച്ചവരും പുതുതായി അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ. ആവശ്യമായ രേഖകളുടെ പകർപ്പ് ഇല്ലെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അപേക്ഷകർക്ക് തന്നെ അത് തിരികെ വരുന്ന സാഹചര്യം ഉണ്ടാകും. തുടർന്ന് വിട്ടുപോയ രേഖകൾ ചേർത്ത് അല്ലെങ്കിൽ പൊരുത്തക്കേടുള്ള രേഖകൾ മാറ്റി നൽകുകയോ തുടങ്ങി എന്താണോ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് അത് പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അപേക്ഷയ്ക്ക് റിജക്ഷൻ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും അപേക്ഷ വയ്ക്കുവാൻ സാഹചര്യമില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപേക്ഷകളുടെ പരിശോധന പൂർത്തിയാക്കി 1000 രൂപയുടെ ധനസഹായം ആദ്യം ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലാണ്. ബുധനാഴ്ചയാണ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് വ്യാഴാഴ്ച തന്നെ അതുവരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 10000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഇവർക്കെല്ലാം പ്രതിമാസ ഗഡുവായ 1000 രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇതിൽ 9861 പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലെ സാങ്കേതിക തടസ്സം മൂലം തുക ക്രെഡിറ്റ് ആയിട്ടില്ല. തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുകയെത്തുമെന്നും മന്ത്രി പറഞ്ഞു. 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായവർക്ക് employment.kerala.gov.in വഴി അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കരനാവിക വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്ക് 12 മാസം വീതം 1000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കും. ഇവിടെ നമുക്ക് APL BPL വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. APL റേഷൻ കാർഡ് ആയാലും പ്രശ്നമില്ല. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരുന്നാൽ മതി. ഈ സ്കീമിനോട് ഒപ്പം തന്നെ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകളിലും പരിശോധനാ നടപടികൾ തുടരുകയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതി കൂടി അപേക്ഷകൾ പാസാക്കിയാലാണ് മാസം 1000 രൂപ വീതം ലഭിക്കുന്നതിനുള്ള അർഹത പൂർത്തിയാവുക. K-സ്മാർട്ടിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വെരിഫിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. വെരിഫിക്കേഷൻ പൂർത്തിയായി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താവായി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പെൻഷൻ എല്ലാ മാസവും 1000 രൂപ വീതം ലഭിച്ചു തുടങ്ങും. 1000 വീതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അടുത്ത് തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. കൃത്യമായ ദിവസത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് എത്തുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്.